എനിക്ക് ശേഷം പാടാൻ ആലഞ്ചേരിയിൽ ഒരാളും വേണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുക നിങ്ങൾ എല്ലാവരും കൂടെ. ഞാൻ ദിവസവും സാധനം ചെയ്യണുണ്ട് അച്ഛാ. ഞങ്ങളും സാധകം. ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? സപ്തസ്വരങ്ങൾ സ്ഥാനം തെറ്റാതെ പാടാൻ കഴിയുമോ ആർക്കെങ്കിലും? വർഷം എത്രയായി ഞാൻ ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്? ഇപ്പോഴും തുടങ്ങിയിട്ട് തന്നെ നിൽക്കുക. നിങ്ങൾ എന്തിനാണ് നടക്കാത്ത കാര്യത്തിന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആരാ പറഞ്ഞു നടക്കൂലെന്ന്? നടക്കും. ഇനി ഇക്കാര്യത്തിൽ നിന്റെ വക്കാലത്ത് വേണ്ട. പോവാ. ചിരിക്കണ്ട. മക്കളാണെന്നും പറഞ്ഞ് അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. നിങ്ങളുടെയൊക്കെ മനസ്സിലെങ്കിലും ഇത്തിരി സംഗീതം ഉണ്ടായത് എന്റെ പ്രയത്നം കൊണ്ടാ. ഇനി ഇപ്പൊ പാട്ട് വേണ്ട, മൃദംഗവും ഘടവും വയലിനും ഒക്കെ മതിയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മക്കളാണത്രേ മക്കള്. ആരാ? ഞാന് വടക്കേക്കര ക്ഷേത്രത്തിൽ നിന്ന് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിട്ട് വരിക. വടക്കേക്കര? അവിടെയല്ലേന്ന് കച്ചേരി? അതെ. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം? കമ്മിറ്റിക്കാരിപ്പോ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുക. ഒരു കൂട്ടര് പറയണേ പരിപാടി നടത്തിക്കില്ലെന്നാ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. വടക്കേക്കര എന്ന് പറയുമ്പോ ഇത്തിരി പ്രശ്നമുള്ള സ്ഥലമാണ്. ഞാൻ കച്ചേരി നടത്താത്ത ഒരു സ്ഥലവും ഈ ചുറ്റുവട്ടത്തില്ല. പിന്നെ വടക്കേക്കരക്കാർക്ക് മാത്രമായിട്ട് എന്താ ഒരു പ്രത്യേകത? എന്താ എന്റെ പേര്? കണാരൻ. ആ, കണാരൻ പോയി പ്രസിഡന്റിനോട് പറയാ, ഒരു പ്രശ്നവും ഉണ്ടാകാതെ കൃത്യസമയത്ത് തന്നെ ആലഞ്ചേരിക്കാർ കച്ചേരി നടത്തിയിരിക്കും. ശരി, ആ എന്നാ ഞാൻ പറ്റേ. വാസുവേ. എന്താ? ആ, നീ ചന്തപ്പനോട് പോയി പറയാ വൈകുന്നേരം കുട്ടികളെ കൂട്ടി വടക്കേക്കരയ്ക്ക് വരാൻ. മനസ്സിലായോ? വലിയ മറന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മറന്ന് തിരിഞ്ഞു വലിയ മറന്ന് മലർന്ന് വലിയ മറന്ന് നൂർന്ന്. നീ കളരിപ്പയറ്റ് പഠിക്കാൻ വന്നതോ അതോ കഥകളി പഠിക്കാൻ വന്നതോ? മക്കളെന്ന സ്ഥാനമൊക്കെ വീട്ടില്. കളരി വന്നാ മനസ്സിവിടെ നിൽക്കണം. പയറ്റ് പഠിക്കാൻ വന്നാ പയറ്റ് പഠിക്കണം. ദാ നോക്ക്. ഉറപ്പുണ്ടാവണം. മനസ്സ് പറയുന്നിടത്ത് മെയ് വഴങ്ങണം. വലിഞ്ഞമർന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മർന്ന് തിരിഞ്ഞു വലിയ മർന്ന് മലർന്ന് വലിയ മർന്ന് നൂർന്ന്. എന്താ വാസുവേ പതിവില്ലാതെ കളരിയിലേക്ക്? അച്ഛൻ പറഞ്ഞയച്ചിട്ട് വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വടക്കേക്കരയില ഇന്ന് കച്ചേരി. കരക്കാര് രണ്ടായി തിരിഞ്ഞു. കച്ചേരി നടത്തിക്കില്ലെന്നാ ഒരു കൂട്ടർ പറയണത്. എന്ന് ആര് പറഞ്ഞു? വടക്കേക്കരക്കാരാണോ ആലഞ്ചേരിക്കാർ അഭ്യാസം നടത്തണോ കച്ചേരി നടത്തണോ എന്ന് തീരുമാനിക്കുന്നത്? അത് ആലഞ്ചേരിക്കാർ തന്നെ അങ്ങ് തീരുമാനിച്ചോളും. വാസുപ്പക്കോ, ഞാൻ എന്റെ കുട്ടികൾക്ക് കച്ചേരി നടത്തേണ്ട വിധമെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ശരി. പ്രസിഡന്റ് പേടിക്കാതിരിക്കുക. ഞാൻ കച്ചേരി നടത്തൂന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. അറിയാലോ എനിക്ക്. അല്ല, അതായിരിക്കും ഉറപ്പുള്ളത്. ഞങ്ങളോടൊക്കെ ആകെയുള്ള ഒരു അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ കലാകാരനെ അവമാനിക്കുന്നവൻ, പ്രത്യേകിച്ച് സംഗീതക്കാരനെ അവമാനിക്കുന്നവൻ ആരായാലും അവനെ നിലയ്ക്ക് നിർത്തണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതെ അതെ. അച്ഛാ, കച്ചേരിക്ക് സമയം. ആ, എന്നാ അങ്ങോട്ട് പുറപ്പെടാം. വരിക. എന്റെ ഈശ്വര. ചന്തപ്പാ, ആർക്കടക്ക് പോണ്ടത്? പാടുന്നത് കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ മറുപാട്ട് പാടാനല്ല. ഇനി ആലഞ്ചേരി തമ്പ്രാക്കളോടൊപ്പം പാടണമെന്നുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കാ പാടുന്നത്? ആർക്കാ പാടുന്നത്? ആർക്കുമില്ല. പോയി ഒതുക്കിടാ.
കച്ചേരി കൊടുക്കട്ടെ. മണ്ണിന് പഴയ പോലെ ഇളക്കം കുറഞ്ഞോ എന്നൊരു സംശയം. ആ കൃഷി ഓഫീസർ വന്നപ്പോ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. വടക്കേ പറമ്പിൽ നാളികേരം തീരെ കുറവ്. അവിടെ ആള് താമസം ഇല്ലാത്തതിന്റെ കുറവ് അറിയാനുണ്ട്. ആ അതെ അതെ അതെ. ദാ. കരിയാത്താ. ആ. ആ മതി 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 അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക. അമ്പരാനെ കണ്ടുപോയല്ലോ. എന്താണ് അതെന്താ അത്? അത് വണ്ണനമ്പറ. ഇപ്പൊ ചാരായത്തിന് പകരം മണ്ണെണ്ണയാണോ നീ പിടിക്കുന്നത്? അതമ്പറ വയറ്റില് വരയാണ് വര. ഇതാരാ പുതിയ ആള്? ഇതിന്റെ അടിയനാണ്. ഇയാൾ എവിടെയാ? ഓബല്ലൂർ മാണിക്കലിയാ. മനക്കലയോ? മാണിക്കലല്ലമ്പറ അവിടെ പണിയെടുക്കുന്ന ആളാ. ആ. നീ ദിവസവും ചാരായ അടിച്ചോണ്ട് നിന്റെ പെണ്ണിനെ തല്ലാറുണ്ടെന്ന് കേട്ടല്ലോ. അത് ഞാനും കേട്ടമ്പറ. ആ. ഇതാരതൊക്കെ പറയണത്? കെട്ടിയ പെണ്ണിന് ആരെങ്കിലും തല്ലുവോ? എനിക്കൊരു ഓർമ്മയില്ല. ആ ഇതങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അല്ലല്ലല്ല അമ്പറ. ആ പോയി പനി നോക്ക. ആ. ഇതല്ല ഇത്. ഒത്താന് ഒത്താൻ. ആ അമ്പ്രാക്കന്മാര് പൊന്നാണ് പൊന്ന്. ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ 2ാം റൗണ്ടും തുടങ്ങാം. അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം. ആ പറഞ്ഞത് വളരെ ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളു കുടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആരെയും നമ്മളീ പേടിക്കുന്നേ? അച്ഛൻ കേക്കട്ടെ നിന്റെ ഈ ഗീർവാണം. പോകാൻ പറയണം നമ്മുടെ അച്ഛന്മാരോട്. കുറെ കാലം ആയാലും കളരെടുപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? അവിടെ രാവിലെ തുടങ്ങും. മേലോട്ട് ഉയർന്ന് 2 കാലും പൊക്കിപ്പിടിച്ച് ഞെരിഞ്ഞം മറന്ന് 2 കാലും പൊക്കിപ്പിടിച്ച് നടുവും തല്ലി വീണ് വയ്യാണ്ടായി. സത്യം. നമ്മളെ തച്ചോളി ഉദയനാക്കാനാ അച്ഛന്റെ ശ്രമം. നടക്കുന്ന കാര്യം വല്ലതാണോ? ആരെ തല്ലാനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മര്യാദക്ക് ഒരു തല്ലുണ്ടാക്കാനും സമ്മതിക്കില്ല. അത്രേ ഉള്ളു. അവിടെ ഒരാള് പുലർച്ചെ തുടങ്ങും. സാ പാ പോ. ഓ, തുടങ്ങിയ ഒന്ന് നിർത്തണ്ടേ പണ്ടാരം. പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി. ഏതായാലും നീണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നീളട്ടെ. എടാ വാസു, ഒരു പാട്ട് പാടി. ആ പാട്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ. എന്തിനാണാ ദുഃഖിക്കുന്നേ? അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലുവോ? തല്ലേ നീ എന്തായാലും ഞങ്ങളോട് പറയടാ. എടാ പറയാൻ. നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചേരടാ. എന്നാ ഞാൻ പറയാം. നമ്മുടെ കോയിക്കൽ ഗോപാലൻ നായരുടെ മോളിൽ അവക്ക് എന്ത് പറ്റി? അവർക്കല്ല പറ്റിയത്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ട. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു ഒരു തടസ്സമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛൻ അറിഞ്ഞ. എന്നിട്ട് നീ പറയടാ. എന്ത് തടസ്സം ഉണ്ടെങ്കിൽ ഈ ഞാൻ അല്ല ഞങ്ങള് മാറ്റും. അച്ഛനോട് പോകാൻ പറയടാ. അയ്യോ, അവക്ക് കളരി പഠിക്കുന്ന 3 ആങ്ങളമാരുണ്ട്. മല പോലെ 10 എണ്ണം ഇവിടെ നിൽക്കണ്ട, എന്ത് 3 എണ്ണം? നീ ധൈര്യമായിട്ട് അവളോട് പറ. ദേ, നിന്റെ പുറകിൽ ഞങ്ങളുണ്ട്. ഈ ഞാനും അവൻ ചരിഞ്ഞു. അവന്റെ കോഴികളാപ്പ് കൊണ്ട എന്റെ അമ്മേ, വരുന്ന നോക്കിയേ. വാസുവേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. എന്റെ കൈകാലും ആകെ വിറയ്ക്കണം. ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അല്പത്തുള്ളൂ. അവിടെ തറായി ചെല്ലെ ചെല്ലെ, ഞാനിതിനിടയിൽ കാണും. എന്താ വിമലയുടെ പേരെന്താ? എന്താ പതിവില്ലാതെ വാസുവേട്ടന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വല്ലതുമാണോ? ചെറിയ തോതിലൊരു അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ? ഉണ്ട്. അയ്യോ, അവിടെ പോയി. അയ്യോ പോയിട്ടില്ല, അത് അവന്റെ കയ്യിലായി പോയി. ആഹാ, രണ്ടുപേരും കൂടി ചുറ്റിക്കളിയാണല്ലേ? അല്ലല്ല, ഞാൻ മാത്രം. ശരി ശരി, ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, ആ പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇതേ സമയത്ത് മറുപടിക്ക്. ഞാനും വേണോ? ആ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര. ആണോ? വാസോട്ടാ,
അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. അച്ഛനെങ്ങാനും അറിഞ്ഞ സംഗതി കൊള്ളാവോ? നീ എന്നെ പേടിപ്പിക്കാതിരിക്കും. എനിക്കൊരു ധൈര്യത്തിന് നീ കൂടെ നിൽക്കില്ലേ? അല്ല, ഞാനുണ്ട്. എന്നാലും വാസുവേട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാ അതിന്റെ ഒരു ശരി. അതെന്താ? നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ലേ? വേണ്ടിട്ട് വേണ്ട പറയാൻ കുഴപ്പമുണ്ടാവോ? പേടിക്കണ്ട, ഞാൻ ഈ കൈപ്പന്തലുണ്ടാവും. നീ ഇവിടെ ഉണ്ടാവണേ. പിന്നെ ഉഷാറായിട്ട് അങ്ങോട്ട് കേറി നിൽക്ക് വാസുവേട്ടാ. നീയാണോടാ വാസു? അതെ. എന്തേ? നീ മറുപടിക്ക് കാത്തുക്കാണല്ലേ? അല്ല, അതെ. ഈ മറുപടി ആലഞ്ചേരിക്കാര് വലിയ കളരി കുരുക്കന്മാരല്ലേ? അതെ. എന്നാ നിനക്കുള്ള മറുപടി കളരി മുറയിൽ അയ്യോ ചേട്ടാ, അങ്ങാടിക്കല്ലേ, ഞാൻ പാട്ടാ. പാട്ട് ഞാൻ കളരിയല്ല, കളരിയല്ല. ഏറ്റടാ വണ്ടി. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, അയ്യോ. അയ്യോ, എനിക്ക് മറുപടി വേണ്ട. എനിക്ക് മറുപടി വേണ്ട. എനിക്ക് പ്രേമിക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞ പ്രശ്നമാണത്. അയ്യോ, എനിക്കിനി പ്രേമിക്കണ്ട. ഞാൻ ഇഷ്ടപ്പെട്ടു. ഓടിക്കോ. അവന്മാർക്ക് ഇപ്പൊ കത്തിന്റെ മറുപടി കാണോ? പിന്നെ എത്ര നേരമല്ലേ കിട്ടിക്കാണോ? അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രേമിക്കാൻ. എന്ത് പറ്റിയടാ? ഞാൻ ആ പെണ്ണിന് കത്ത് കൊടുത്തരാ. അവളാകൾ മരണം തല്ല്. സത്യാണോ? കിസ്സഹിക്കാൻ പറ്റണില്ല എനിക്ക്. ആലഞ്ചേരിയിൽ ഒരുത്തന്റെ മേലെ കൈവച്ചിട്ട് ഒരുത്തനെ അങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. വൈകിടാ. ആ കുളത്തിന്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയത്. കോയിക്കൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരി എന്നൊരുത്തൻ പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു അല്ലടാ. കൊടുത്താ നീയൊക്കെ എന്ത് ചെയ്യടാ? തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും. മറുപടി പിന്നത്തെ വെക്കണ പാരമ്പര്യ ആലഞ്ചേരി തറവാട്ടുകാർക്ക് ഇല്ലടാ. ആടിയടാ അവനെ. നാളെ വരുമ്പോ നിന്റെ പെങ്ങളോട് പറഞ്ഞേക്ക് അവന് മര്യാദക്ക് മറുപടി കൊടുക്കാൻ. മനസ്സിലാടാ? എന്താ നോക്കണേ? എന്റെ പെങ്ങൾ അവനെ പ്രേമിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിയാലോ. ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത്. പ്രേമിക്കാൻ നടക്കുന്നൊരുത്തൻ ഞങ്ങളായിട്ടൊരു സൽപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടർക്കി പിടിച്ച് പടിക്ക് പുറത്തു തള്ളു ഞാൻ. മനസ്സിലായ? ഇവൻ അവന്മാരെ തല്ലിന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ഓഹോ, കൂടപ്പറമ്പിനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ? അപ്പോ കൂടെ പറഞ്ഞവൾക്ക് പ്രേമലേഖനം കൊടുത്തപ്പോ അവിടെ ആങ്ങളമാരുടെ ചോര എന്തുമാത്രം തിളച്ചു കാണും ഇവിടെ? ചാത്തുക്കുട്ടി ആ, താൻ കേട്ടില്ലേ മക്കളുടെ ഗുണഗണങ്ങള്? കേട്ടു. അതിന് ഇവരോട് ഇത്ര കയർക്കേണ്ട കാര്യമുണ്ടോ? എടോ, മക്കളെ ശകാരിക്കണം, പക്ഷെ ശിക്ഷിക്കരുത്. തന്റെ മക്കള് തന്നോളം എത്തിയാ താനെന്ന് വിളിക്കണം. അവര് തന്റെ അടികളായിട്ട് വളരട്ടോ ചാത്തുക്കുട്ടി.
തന്റേടികളായിട്ട് വളർന്നോട്ടെ, പക്ഷെ അതിന് തോന്നിവാസികളായിട്ട് വളർന്നത് എന്തിനാ? താനാ ഇവർക്ക് ആവശ്യമില്ലാത്ത തണൽ കൊടുക്കണത്. സൗകര്യത്തിൽ ഒരു ആല് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിലെ ഇളമുറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? താൻ പറ. ഓ, ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വെറുതെ നാക്കിട്ടയച്ചത് മിച്ചം. താമ്പാ. ആ സോമനല്ലേ വരുന്നത്? തമ്പ്രാക്കന്മാർ രണ്ടാളുണ്ടല്ലോ. എന്താ സോമ വിശേഷിച്ച്? കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് ഭാഗവതർക്ക്. ഇഞ്ചക്ഷൻ ഓർഡറോ? എനിക്കാ? ആ, ചേക്കുട്ടിയായിട്ട് വാങ്ങിച്ചതാ. ഭാഗവതരുടെ ഭാര്യയുടെ പേരുള്ള സ്ഥലം അയാളുടെതാണെന്ന് പറഞ്ഞിട്ട്. എന്താ ഓർഡറില്? ആ സ്ഥലത്ത് നിങ്ങൾ ആരും കയറാൻ പാടില്ലെന്ന ഓർഡറില് തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തിയെന്ന്. എന്റെ ഈശ്വര, ഈശ്വരനെ വിളിക്കേണ്ടത് അവനല്ലേ? നിങ്ങളെ ആലഞ്ചേരിൽ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടിട്ട് വർഷം 10-30 അതിന്റെ വേദന ചേക്കുട്ടിക്ക് ഇപ്പോഴാണ് തോന്നി തുടങ്ങിയതെങ്കിൽ അത് മാറ്റിക്കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു മടിയില്ല. താൻ കുഴപ്പത്തിനൊന്നും പോണ്ട ചെറുതപ്പാ. താനൊന്നും ഉണ്ടായിരിക്കേ. കാക്കാശിന് വകയില്ലാതിരുന്ന ഇവൻ എന്നാണ് ചേക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്ന് അറിയണം.